2026 എൻ്റെ മൂന്നാമത്തെ മാരത്തോൺ ജി-ടെക്കിൻ്റെ കൂടെയായിരുന്നു. സോ അത് ഇൻഫോ പാർക്കിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു മാരത്തോൺ കണ്ടക്ട് ചെയ്തത്. എന്താണ് ബാക്കിയുള്ള മാരത്തോണിൽ നിന്നും ജി-ടെക് മാരത്തോണിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമലി എല്ലാ മാരത്തോണുകളും നാഷണൽ ഹൈവേ നോർമൽ റോഡിൽ കൂടെയുള്ള ഒരു റണ്ണിങ് ആണ്. ബട്ട് ജി-ടെക് മാരത്തോൺ ഓൾവേസ് ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക്, സൈബർ പാർക്ക് ഇങ്ങനെയുള്ള IT കമ്പനികളുടെ ബേസ് ചെയ്തിട്ടാണ് കൂടുതലും മാരത്തോണുകൾ കണ്ടക്ട് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം 2025 ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൽ വെച്ചിട്ടായിരുന്നു. പക്ഷേ അതിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ബട്ട് അതിൻ്റെ പ്രൊമോ റണ്ണ് കോഴിക്കോട് UL സൈബർ പാർക്കിൽ വെച്ചിട്ടായിരുന്നു. അതിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഫോട്ടോസ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ട്രിവാൻഡ്രത്ത് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് എന്തായാലും ഇൻഫോ പാർക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ 10 കിലോമീറ്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇൻഫോ പാർക്കിൽ ആ ഒരു മാരത്തോൺ ഏർലി മോർണിംഗ് ഒരു 5:30 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു മാരത്തോൺ അടിപൊളിയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ കമ്പനികളുടെ ഇടയിൽ കൂടെ ഉള്ളൊരു റണ്ണിങ് ആയിരുന്നു. എൻ്റെ വീഡിയോസിൽ ഓവറോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ഏർലി മോർണിംഗ് ഇങ്ങനെ ഇൻഫോ പാർക്കിൻ്റെ അകത്ത് കൂടെയുള്ള സ്മാർട്ട് സിറ്റി ഫുൾ റൗണ്ട് ചെയ്തിട്ടുള്ള ഒരു റണ്ണിങ്. ഞാൻ ആദ്യം വിചാരിച്ചു ഇതെങ്ങനെ പോസിബിൾ ആവുമോ, ഇങ്ങനെ റണ്ണിങ് ചെയ്യാൻ ഭയങ്കര കൺജസ്റ്റഡ് ആവില്ല എന്ന്. പക്ഷേ ഏറ്റവും കൂടുതൽ 10 കിലോമീറ്റേഴ്സിന് കുറേ ആളുകളുണ്ടായിരുന്നു. പക്ഷേ വളരെ സ്മൂത്തായിട്ട് തന്നെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഇവിടെ ഹൈഡ്രേഷൻ അവർ പ്രൊവൈഡ് ചെയ്ത ഹൈഡ്രേഷനും അടിപൊളിയായിരുന്നു. ഇലക്ട്രോലൈറ്റ് ആൻഡ് വാട്ടർ, ഫ്രൂട്ട്സ് ഇതെല്ലാം അവർ ഹൈഡ്രേഷൻ പോയിന്റിൽ അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ വീക്ക്നെസ് ഒന്നും ഇല്ലാതെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ റണ്ണിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടി ഈ ഒരു മാരത്തോണിന് ഞാൻ കണ്ടു. അപ്പോൾ മുന്നേ ഒന്നും അത്ര സ്പെസിഫൈ ചെയ്തിട്ട് അങ്ങനെ എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. അതാണ് പേസർ. ആക്ച്വലി ഇതൊരു റണ്ണർ തന്നെയാണ്. ബട്ട് മാരത്തോണുകളിലൊക്കെ ഈ പേസർ ചെയ്യുന്ന എന്താ വെച്ചാൽ ബാക്കിയുള്ള റണ്ണേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യും. അതുപോലെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും റണ്ണിങ്. അത് സ്റ്റഡി ആയിട്ട് റണ്ണിങ് ചെയ്യുന്നുണ്ടോ, എത്ര കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്താൽ ഫിനിഷിംഗ് പോയിന്റിലെത്തും, അങ്ങനെ ഒരു ഓവറോൾ മോട്ടിവേഷൻ ഹെൽപ്പ് ചെയ്യും. അത് കൂടുതൽ, അതായത് നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ അധികം സ്പീഡ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓവറോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പേസർ എന്ന് പറയുന്നത്. ഇവരൊരു ഫ്ലാഗ് ബാക്കിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. പ്ലസ് അവരുടെ ഡ്രസ്സും വേറൊരു കളറായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് പെട്ടെന്ന് അവരെ ഹൈലൈറ്റ് ചെയ്ത് മനസ്സിലാവുകയും ചെയ്യും.